ക്യാപ്റ്റൻ എന്നാൽ നായകനാണ്. പട്ടാള ജീവിതം ഉപേക്ഷിച്ച് സിനിമയിൽ പ്രതിനായകനായ ഒരു ക്യാപ്റ്റനുണ്ട്. ജീവിതത്തിലും പ്രതികരണങ്ങളിലും പക്ഷേ ഒരു നായകന്റെ ആർജവം എക്കാലവും നിലനിർത്തിയ ശ്രീ ക്യാപ്റ്റൻ രാജു. അദ്ദേഹമാണ് ഇന്ന് നേരെ ചൊവ്വയിൽ പങ്കെടുക്കുന്നത്. ശ്രീ ക്യാപ്റ്റൻ രാജുവിലേക്ക് താങ്കളുടെ മനസ്സ് നിറയെ ആത്മാഭിമാനവും രാജ്യസ്നേഹവും മൂല്യബോധവും ഒക്കെയാണ് എന്ന് കരുതി ഞാൻ ചോദിക്കുകയാണ്. ഇങ്ങനൊരാൾക്ക് ആദ്യകാലത്ത് മോശം റോളുകൾ ചെയ്യേണ്ടി വന്നപ്പോൾ ആത്മനിന്ദ തോന്നിയോ? 100% ശരിയാണത്. കാരണം വ്യക്തിപരമായിട്ട് ഇപ്പൊ നമ്മൾ പ്രതിനായകന്റെ വേഷം ചെയ്യുമ്പോൾ അക്കാലത്ത് ഞാൻ കയറി വരുന്ന സമയത്ത് ഒരു പടം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എന്റെ ഡിസ്ട്രിബ്യൂട്ടർ പറയും 5 ഫൈറ്റ്, 3 ഡാൻസ്, അനുരാധയുടെയോ സിൽക്ക് സ്മിതയുടെ ഡാൻസ്, പിന്നെ അതിനകത്ത് 2 റേപ്പ് സീൻ, ഇങ്ങനെ പറഞ്ഞാണ് പടം തുടങ്ങുന്നത് തന്നെ. അപ്പൊ ഈ റേപ്പ് സീനും അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഫൈറ്റ് പ്രതിനായകൻ ഇല്ലാതെ ഒരിക്കലും എടുക്കാനൊക്കത്തില്ലല്ലോ. അങ്ങനെ വരുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു മനുഷ്യനുണ്ട്, നമ്മളിലെല്ലാം ഒരു മനുഷ്യനുണ്ടല്ലോ, പ്രതികരിക്കുമെന്ന് വളരെ മോശമായിട്ട് പ്രതികരിക്കുമെന്ന് എന്നോട് തന്നെ എനിക്ക് പുച്ഛം തോന്നിയ സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കേവലം സിനിമാ പ്രേമം കൊണ്ട് മാത്രമായിരുന്നു അത്. ഞാൻ കേട്ടിട്ടുണ്ട് ചികിത്സയ്ക്ക് പണം കണ്ടെത്താൻ വേണ്ടി താങ്കൾ അക്കാലത്ത് മോശം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന്. അങ്ങനെയും ചെയ്തിട്ടുണ്ട്. കാരണം സിനിമയെ അഭിനയിക്കാൻ വേണ്ടി ചെന്നൈയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ആർമിയിൽ നിന്ന് കിട്ടിയൊരു പണം ഞാൻ സംഭരിച്ച് കളയാതെ വെച്ച് ബാങ്കിലിട്ടാണ് ഒരു പീരീഡ് വരെ മുമ്പോട്ട് പോയിരുന്നത്. ആ പീരീഡ് അത് ചെലവായി കഴിഞ്ഞപ്പോൾ മുമ്പോട്ട് പോകണമെങ്കിൽ വലിയ കടുംപിടുത്തം പിടിച്ച് ഇന്ന റോള് കിട്ടിയാലേ എനിക്ക് അഭിനയിക്കാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ MD അദ്ദേഹത്തിന്റെയോ ഹരിഹരൻ സാറിന്റെയോ ടീമിലെ പടങ്ങൾ കിട്ടിയാൽ അഭിനയിക്കുന്നു പിടിവാശി പിടിച്ച അക്കാലത്ത് ഒക്കുകയില്ല. അപ്പോൾ എനിക്ക് നല്ല തിരക്കില്ലാത്ത കഥാപാത്രം തോന്നുന്നതും അല്പം പണം നമുക്ക് അന്നത്തെ കാലത്ത് ഒരു 40,000 റുപ്പീസ് 50,000 റുപ്പീസ് ഒക്കെയാണ് നല്ല പേയ്മെന്റ്. അതിനപ്പുറമൊന്നും ആരും തരില്ല. അപ്പൊ ആ പേയ്മെന്റ് കിട്ടുമ്പോൾ നമ്മുടെ ഒത്തിരി വീട്ടുകാര്യങ്ങളും ഒക്കെ ഒട്ടനവധി കാര്യങ്ങൾ ഞാൻ അത് വെച്ച് നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കൊരു റിഗ്രറ്റ്സ് ഇല്ല. സാഹചര്യങ്ങൾ കൊണ്ട് താങ്കൾ അന്നൊരു വില്ലനായിട്ട് അഭിനയിച്ചു, അതൊക്കെ പഴയ കാര്യം. ജീവിതത്തിൽ താങ്കൾക്ക് ഒരു വില്ലൻ ആവേണ്ടി വന്ന സന്ദർഭങ്ങളുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ തോന്നിയ സന്ദർഭങ്ങളുണ്ടോ? എനിക്ക് വില്ലൻ ആവേണ്ടി വന്ന സന്ദർഭങ്ങൾ വളരെ കുറവാണ്. ആരെങ്കിലും മനോവേദന കൊടുക്കുന്നത് പോലൊരു മുഹൂർത്തം ഉണ്ടാക്കുന്നത് ഞാൻ അവോയ്ഡ് ചെയ്യുമായിരുന്നു. പക്ഷേ ഓഫ് ലേറ്റ് ആയിട്ടുള്ള ചില സാഹചര്യങ്ങളിൽ എനിക്ക് അല്പം വിട്ട് സംസാരിക്കുകയും അല്ലെങ്കിൽ ജനങ്ങളോട് ചില കാര്യങ്ങൾ വിളിച്ചു പറയേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിപ്പോയിട്ടുണ്ട്. അതുപോലും ഞാൻ ചില സമയത്ത് പ്രാർത്ഥനയൊക്കെ കഴിയുമ്പോൾ റിഗ്രറ്റ് ചെയ്യും. അങ്ങനെ ഒരു മുഹൂർത്തം ഉണ്ടാക്കി തന്നല്ലോ ഈശ്വര, അത് വേണ്ടായിരുന്നല്ലോ തോന്നുന്ന സമയങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ രക്തം എന്ന സിനിമയിൽ ആദ്യമായി താങ്കൾ അഭിനയിച്ചു. അതിനുശേഷം ഇപ്പോൾ ഒരു 4 നൂറ്റാണ്ട് കടന്നുപോയി. ഇപ്പോ തിരിഞ്ഞു നോക്കുമ്പോൾ അന്നുണ്ടായിരുന്ന സൗഹൃദം, കൂട്ടായ്മ ഒന്നും ഈ കേരളത്തിലെ സിനിമാ രംഗത്ത് കാണുന്നില്ലെങ്കിൽ അതിലെ വില്ലൻ ആരാണ്? അതിലെ വില്ലൻ ഒരു വ്യക്തിയെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ ഒക്കുകയില്ല. നമ്മുടെ സിസ്റ്റത്തിന്റെ പ്രശ്നം ഇത്. ഈ മാധ്യമത്തിന്റെ ഒരു പ്രത്യേകത മാത്രമാണോ അതോ വ്യക്തികളുടെ ഈഗോയും അതിലൊരു പങ്ക് വഹിച്ചു? അതിനകത്തൊരു ഭാഗമാവുന്നുണ്ട്. വ്യക്തികളുടെ ഈഗോയും. തമ്പുരാൻ ഇതെല്ലാം ഇഷ്ടംപോലെ കൊടുത്തല്ലോ. മലയാളികളായ ഞങ്ങൾ സിനിമാക്കാർക്ക് നമ്മൾ മറ്റൊരു ഫീൽഡിൽ കിട്ടാത്ത എല്ലാ സൗകര്യങ്ങളും അനുഗ്രഹങ്ങളും തമ്പുരാൻ തരുന്നുണ്ട്. പണമായിക്കോട്ടെ, പ്രശസ്തി ആയിക്കോട്ടെ, വാഹനങ്ങൾ, വീട്, ഇതൊക്കെ പ്രതീക്ഷിക്കാത്ത ലെവലിലേക്ക് തമ്പുരാൻ തരുമ്പോൾ നമ്മൾ പലതും മറന്ന് പെരുമാറാറുണ്ട്. അങ്ങനെ അതൊരു ഘടകമാകുന്നുണ്ട്. അല്ലെങ്കിൽ ഈ നമ്മുടെ സിനിമ എന്ന് പറയുന്ന സിസ്റ്റത്തിന്റെ പ്രത്യേകതയാണ്. ഞാൻ രക്തത്തിൽ വർക്ക് ചെയ്യുമ്പോൾ നസീർ സാറും മധു സാറും ഒക്കെയാണ് കൂടെ. സോമേട്ടനുണ്ട്, അന്ന് നമ്മുടെ ബാലൻ കെ നായരുണ്ട്, ശ്രീവിദ്യ മരിച്ചുപോയ ശ്രീവിദ്യയുണ്ട്. ഇവരെല്ലാം കൂടെ ഒത്തുചേർന്നാണ് ആ പടം ചെയ്യുന്നത്. ജോഷി സാറാണ് സംവിധായകൻ. ഞാൻ അതിൽ ആദ്യമായിട്ട് മധുസാറുമായിട്ട് ഫൈറ്റ് ചെയ്ത് കുറച്ച് പഴയ കാലത്ത് നമ്മുടെ പഴയ വീടുകൾ ഇളക്കുമ്പോൾ പട്ടിക എന്ന് പറയും, യാണിയുള്ള പട്ടിക ഇളക്കിയിടാറുണ്ട്. അതൊരു കൂനയായിട്ട് കൂട്ടിയിരിക്കുക. അതിന്റെ പുറത്ത് ഞാൻ പോയി വീഴണം. ഞാൻ പോയി അന്ന് ആദ്യത്തെ പടമല്ലേ, ഭയങ്കര ആവേശം കൊണ്ട് ഞാൻ വീഴുകയാണ്. നസീർ സാറിനെ വിളിച്ചു, ക്യാപ്റ്റൻ 1 മിനിറ്റ് പ്ലീസ് മതി വിളിക്കുന്നു. ഞാൻ അദ്ദേഹത്തിന് അടുത്ത് പോയി, ഇങ്ങ് വാ, അടുത്ത് വന്നിരിക്കെ. അങ്ങോട്ട് നോക്കിയോ ആ പട്ടികയിൽ എന്താണ്, മൊത്തം ആണിയാ അതേല്. വല്ലതും സംഭവിച്ച് മുറിഞ്ഞു കഴിഞ്ഞാൽ ടെറ്റൻസ് എടുക്കുകയൊക്കെ പോയി ഇതിന്റെ പുറകെ പോയി ഷൂട്ടിങ്ങിൽ നിൽക്കും. അതുകൊണ്ട് എന്ത് ചെയ്താലും നോക്കിക്കണ്ട് ആവേശം വേണം. അതിന്റെ ആ സമയാസമയങ്ങളിൽ മതി. അതുകൊണ്ട് ക്യാപ്റ്റൻ ദയവായിട്ട് സ്വയമേ ആ പട്ടിക ആണിയുള്ളത് മാറ്റുകയോ തിരിച്ചിടുകയോ ചെയ്യണം. അങ്ങനെ പറഞ്ഞു തരുന്ന ഒരു സഹോദരൻ നസീർ സാറ്. അതുപോലെ തന്നെ ഗുരുസ്ഥാനിയാണ് എനിക്ക് മധു സാറ്. പിന്നീട് വന്ന നായകർക്ക് ഈ കരുതൽ ഉണ്ടായില്ല എന്നൊരു സൂചനയുണ്ടോ അതിൽ? എന്നില്ലല്ല, ഇല്ല. ഇന്നത്തെ നായകന്മാരും ഭയങ്കര ഹെൽപ്ഫുള്ളാണ്, വളരെ ഹെൽപ്ഫുള്ളാണ്. എന്നും പറഞ്ഞ് അവർക്ക് എല്ലാവരെയും സഹായിച്ചുകൊണ്ടിരിക്കാവുന്ന ഒരു കാലഘട്ടമല്ല ഇത്. വരുന്നവരെല്ലാം നായകന്മാർ കൈകൊടുത്ത് പിടിച്ചുയർത്തി വളർത്തി വലുതാക്കി എടുക്കാവുന്ന ഒരു കാലഘട്ടമല്ല ഇന്നത്തെ സിനിമ. പിന്നെ എന്താണ് പ്രശ്നമായത്? സംഘടനകളാണോ?
സംഘടന ഉണ്ടായത് എന്റെ മനസ്സ് തീർത്തു പറയുന്നു നന്മയ്ക്കല്ല തിന്മയിലേക്ക് പോയി എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഒത്തൊരുമിച്ചപ്പോൾ എന്തും കാണിക്കാവുന്നുള്ളൊരു ചിന്താഗതി വന്നു. പണ്ട് സംഘടനകൾ വരുന്നതിന് മുമ്പേ മലയാള സിനിമയിൽ ഒരു പ്രശ്നവുമില്ല. ഞാനൊരു പടം ചെയ്താൽ എവർഷൈൻ്റെയൊക്കെ ഒത്തിരി പടങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, പരസ്പരം അന്ന് ഇപ്പോഴുള്ള നമ്മുടെ എവർഷൈൻ മണിസാറിന്റെയൊക്കെ ഫാദറാണ് ഡീൽ ചെയ്യുന്നത്. അന്ന് അദ്ദേഹമായിട്ട് സംസാരിച്ച് അങ്ങ് തീർക്കും ടേബിളിൽ. ക്യാപ്റ്റൻ ഒരു വാരം കഴിയുമ്പോൾ ഞാൻ പൈസ തരാം, മതി. അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര അണ്ടർസ്റ്റാൻഡിംഗ് ആണ്, വഴക്കില്ല മല്ലില്ല, ഒരു പ്രശ്നമില്ലായിരുന്നു. ഈ സിനിമയിലെ സഹപ്രവർത്തകരെ തമ്മിൽ അകറ്റുന്നതിൽ സംഘടനകൾ ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടെങ്കിൽ അത് തിലകൻ പറഞ്ഞതിനെ താങ്കൾ ന്യായീകരിക്കല്ലേ? ഒരിക്കലുമല്ല. സംഘടനകൾ അത് നയിച്ചുകൊണ്ട് പോകുന്നവരുടെ ചിന്താഗതിയിലാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഞാൻ അമ്മയുടെ മെമ്പറാണ്, ഇന്ന് വരെ എനിക്കൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. മറിച്ച് എനിക്ക് നന്മയാണ് ഉണ്ടായിരിക്കുന്നത്. 2500 രൂപ കഴിഞ്ഞ് 6 മാസമായിട്ട് എന്റെ വീട്ടിൽ വരുന്നുണ്ട് എല്ലാ മാസവും. അത് ആ 2500 രൂപ പുച്ഛമായിട്ട് തള്ളിക്കളയാൻ ഒക്കുകയില്ല ക്യാപ്റ്റൻ രാജുവിന്. എനിക്കൊരു അപകടം കഴിഞ്ഞുള്ള മരുന്ന് വാങ്ങിക്കാൻ ആ തൊട്ടിനെ ഭയങ്കരമായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ സംഘടനകൾ ടോട്ടലി മോശമാണെന്നല്ല ക്യാപ്റ്റൻ രാജു പറഞ്ഞത്. നമ്മളിൽ ഒരു തെറ്റുകുറ്റം ഉണ്ടായെന്ന് വെച്ചാട്ടെ, 99 പേര് ഒന്നിച്ചിരിക്കുമ്പോൾ ഒരു വ്യക്തി തന്നെ ആ തെറ്റുകുറ്റം ഉണ്ടെങ്കിൽ ഐ എം സോറി എന്ന് പറയാനുള്ള മനസ്ഥിതി ഇല്ലാത്ത ആൾക്കാരാണ് സംഘടനകൾ തലപ്പത്തിരിക്കുന്നത്. ഒരു തെറ്റുകുറ്റം ഉണ്ടായെങ്കിൽ, ഇപ്പൊ എനിക്കൊരു മിസ്റ്റേക്ക് ഉണ്ടായെങ്കിൽ ഞാൻ മിസ്റ്റർ ജോണിയോട് ഒരു മനപ്രയാസമില്ല, ഞാൻ ഐ എം സോറി ഫോർ ഇറ്റ് എന്ന് പറയുന്നതിൽ എന്താ തെറ്റ്? അങ്ങനെയാണെങ്കിൽ തിലകനെ പോലെ വളരെ സീനിയറായ ഒരു നടനോട് ഈ സംഘടനയ്ക്ക് ക്ഷമിക്കാൻ പാടില്ലായിരുന്നു. തിലകൻ സീനിയർ ഒന്നുമല്ല, ഞാനൊക്കെ തിലകനെക്കാട്ടിൽ സീനിയറാ, വളരെ സീനിയറാ. കാണുമ്പോൾ തോന്നും അദ്ദേഹം മുടിയൊക്കെ നരച്ചാണ്ട് സീനിയറാന്ന് തോന്നും. പുള്ളി തന്നെ ഈ കഴിഞ്ഞ ഒരു മീറ്റിംഗിൽ അത് സമ്മതിച്ചു. അല്ലെങ്കിൽ തന്നെ ഞാനൊക്കെ വളരെ മുമ്പേ വന്നവരാ. ഞാനും മമ്മൂട്ടി മോഹൻലാലൊക്കെ വളരെ നേരത്തെ വന്നത് തന്നെയാണ്. അദ്ദേഹത്തിനോട് ക്ഷമിക്കാൻ എന്താ തിലകൻ ചേട്ടന്റെ പ്രശ്നം ചോദിച്ചു കഴിഞ്ഞാൽ, മറ്റുള്ളവരെ അംഗീകരിക്കാനുള്ള മനസ്സില്ല മിസ്റ്റർ ജോണി. മറ്റുള്ളവരെ അക്സെപ്റ്റ് ചെയ്യണം. മലയാളികളുടെ ഏറ്റവും വലിയൊരു വീക്ക്നെസ് ആണ്. വേറൊരാളെ ഒന്ന് അംഗീകരിക്കാൻ എന്താ ബുദ്ധിമുട്ട്? ലോകം മൊത്തം അംഗീകരിച്ച മമ്മൂട്ടി മോഹൻലാൽ, അവരെ അംഗീകരിക്കുക. ഇന്ന് പൃഥ്വിരാജ് മുതൽ ഇങ്ങോട്ട് വന്നിരിക്കുന്ന എല്ലാ നടന്മാരും അവരെന്റെ അനിയന്മാരാണ്, അവരെന്നെക്കാട്ടിലും മിടുക്കലാണെന്ന് പറഞ്ഞാൽ ഈ സഹോദരനെ എല്ലാവരും തോളത്ത് വെച്ചുകൊണ്ട് ഞങ്ങൾ നടക്കും. മറ്റുള്ളവരെ കുറ്റം പറയും. ഇപ്പൊ ക്യാപ്റ്റൻ രാജുവിനെ ഫെഫ്കായും അമ്മയും എന്നെ വിലക്കിയിട്ടിരിക്കുക എന്ന് പറയേണ്ട കാര്യം എന്താ? അതുപോലെ അത് അംഗീകരിക്കാനുള്ള ചങ്കൂറ്റമില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് തറവാടുത്ത് അച്ഛനും അമ്മയ്ക്കും ഉണ്ടായതെന്ന് അല്ലെന്നല്ലേ അതിന്റെ അർത്ഥം? ഞാനത് സഹിക്കാൻ പറ്റുമോ? വിനയന്റെ സിനിമയിൽ തന്നെ സഹകരിക്കുകയും തിലകൻ ചേട്ടനെ തള്ളി പറയാതിരിക്കുകയും ചെയ്ത ക്യാപ്റ്റൻ രാജു പിന്നീട് അദ്ദേഹം ഈ മലയാള സിനിമയുടെ ശാപമാണെന്ന് പറയുന്നതിന് പിന്നിൽ ഒരു കാരണമുണ്ടാവും. അത് താങ്കളുടെ കരിയറിനെ ബാധിക്കുന്നു എന്ന് കണ്ടപ്പോഴല്ലേ അങ്ങനെ ചെയ്തത്? ഒരിക്കലും അങ്ങനെയല്ല. ഒരു സ്റ്റേജിൽ ഒരു സിനിമയുടെ പൂജ നടക്കുന്ന സമയത്ത് ക്യാപ്റ്റൻ രാജുവിനെ ഇങ്ങനെ മറ്റുള്ള വിലക്കാത്ത എന്നെ വിലക്കിയെന്ന് പറയേണ്ട കാര്യം എന്താ? ഞാനും ആ പടത്തിനെ പോയിരുന്ന ആളല്ല, അതെല്ലാവർക്കും ഫെഫ്കയിലുള്ള എല്ലാവർക്കും അറിയാമല്ലോ. ഞാൻ അവിടെ പോയിരുന്നതാണ്. ഞാൻ 50,000 രൂപ അഡ്വാൻസും വാങ്ങിച്ചാണ്. എനിക്ക് വിനയനോട് ഒരു പരിഭവമില്ല. ഞാൻ വിനയനെ വ്യക്തിപരമായിട്ട് ഒരു കുറ്റം പറയുന്നില്ലല്ലോ. തിലകൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് എന്ത് അവകാശമാണ് എന്നെ വിലക്കിയിട്ടിരിക്കുന്നത് പറയാൻ? അങ്ങനെ ആരാ? ഹൂ ദ ഹെൽ ഈസ് ഹി? ഞാനിപ്പോഴും ചോദിക്കാൻ, അയാൾ ആരാവും? അയാൾ സാധാരണ ഒരു നടനേ ഉള്ളൂ. ഈ പറഞ്ഞ എല്ലാ മലയാളികൾ തോളെ കെട്ടിയിരുത്തിക്കൊണ്ട ഒരു പെരുന്തച്ഛൻ ചെയ്തുകൊണ്ട് മാത്രമായില്ല. ചെണ്ട അടിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ചെയ്ത് വേഷം ചെയ്യാൻ പറ്റുമോ? വേണ്ട ചന്തു ആവാൻ പറ്റുമോ? അരിങ്ങോടറാവാൻ പറ്റുമോ? പവനാഴി ആവാൻ പറ്റുമോ? എന്റെ പൊന്നു ജോണിക്കുട്ടി. തിലകന് ഈ സൂപ്പർ താരങ്ങളോട് ഉള്ള ഇഷ്ടക്കേട് അതിലെന്തെങ്കിലും അടിസ്ഥാനമുള്ളതായിട്ട് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല. കാരണം ഇപ്പൊ ഉള്ള നമ്മളുടെ സൂപ്പർ താരങ്ങൾ മമ്മൂട്ടി മോഹൻലാൽ പേരെടുത്ത് തന്നെ പറയാം. അവർ അനുഗ്രഹിക്കപ്പെട്ടവരെ ഓരോരുത്തരെയും തമ്പുരാൻ ഓരോ വിധത്തിൽ അനുഗ്രഹിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് തിലകനാവാൻ പറ്റില്ല. ഒക്കുമോ? നെടുമുടി ചെയ്യുന്ന വേഷം തിലകന് ചെയ്യാൻ പറ്റുമോ? ഒക്കുകയല്ല. നെടുവേണുവിനെ ദൈവം തമ്പുരാൻ ഒരു പ്രത്യേക രീതിയിൽ അദ്ദേഹത്തെ അനുഗ്രഹിച്ചിരിക്കുക. അദ്ദേഹത്തിന് പറ്റുന്ന പല കാര്യങ്ങളും നിങ്ങൾക്കും പറ്റാതെ ഉണ്ടാവാം. അത് സമ്മതിക്കുന്നല്ലോ. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ ഇതുവരെ നമ്മളൊരു മാന്യനായ വ്യക്തി, നല്ല നടൻ എന്ന് പറഞ്ഞ് എല്ലാവരും പുകഴ്ത്തിക്കൊണ്ടിരുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ പെരുമാറ്റം മൂലം അത് ഞങ്ങൾക്ക് വെട്ടി മാറ്റേണ്ടി വന്നാൽ എന്ത് ചെയ്യും? മറ്റുള്ളവരെ അംഗീകരിക്കണം. സൂപ്പർ നടൻ എന്ന് പറയുന്ന ലോകം മൊത്തം അംഗീകരിച്ച മമ്മൂട്ടിക്ക് അഭിനയത്തിന്റെ കെമിസ്ട്രി ഇല്ലെന്നൊക്കെ പറയുന്നത് തരം താഴ്ന്ന പ്രയോഗമല്ലേ? അത് പാടുന്നു. നമ്മൾ സന്തോഷിക്കുകയല്ലേ വേണ്ടിയത്? മലയാളിയായി ഈ നടനെ നോർത്ത് ഇന്ത്യക്കാർക്ക് വരെ മമ്മൂട്ടിയെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ അദ്ദേഹം കന്നഡവും മലയാളവും കൂടെ ചേർന്ന് ഒരു കന്നഡ ഡയറക്ടറെ പടം ചെയ്തുകൊണ്ടിരിക്കുക. ഒരു കന്നഡക്കാരൻ മമ്മൂട്ടിയെ തേടി വരണമെങ്കിൽ മലയാളികളായി നമ്മൾ അഭിമാനിക്കണ്ടേ? ഇപ്പൊ ഈ പ്രാഞ്ചിയേട്ടൻ കണ്ട നോർത്ത് ഇന്ത്യൻസ്, നമ്മുടെ ഞാനിപ്പോ കർണാടക സൈഡിൽ പോയിരുന്നു, ബാംഗ്ലൂരിലൊക്കെ, കണ്ടവരുടെ ഒപ്പീനിയൻ കേൾക്കണം ആ പടത്തെക്കുറിച്ച്. നമുക്ക് അഭിമാനമല്ലേ? രഞ്ജിത്തിന്റെ മിടുക്കാണതല്ല എങ്കിൽ പോലും മമ്മൂട്ടി നല്ല കോൺട്രിബ്യൂഷൻ ഇല്ലേ അതിനകത്ത്? ആ സൂപ്പർ താരങ്ങളെ മാറ്റി നിർത്തിയാൽ പുതിയ തലമുറയിൽ വരുന്ന നായകരുടെ ഗുണവും ദോഷവും താങ്കളുടെ ഈ അനുഭവത്തിൽ നിന്ന് എങ്ങനെയാണ് വിലയിരുത്തുന്നത്?
ഇപ്പൊ അടുത്ത പ്രതീക്ഷയുള്ള എനിക്ക് വലിയ വിശ്വാസമുള്ളവരാണ് നമ്മുടെ പൃഥ്വിരാജ്. ശാരീരിക സൗന്ദര്യം കൊണ്ടും അഭിനയം കൊണ്ടും എല്ലാം മമ്മൂട്ടി മോഹൻലാലൊക്കെ അവർ പോകുന്ന അതേ പാതയിൽ കൂടെ വരും കാലങ്ങളിൽ ടേക്ക് ഓവർ ചെയ്യാൻ കഴിവുള്ള ഒരു നടനാണ് പൃഥ്വിരാജ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കോമഡി ചെയ്ത് നല്ലൊരു കോമഡി ആക്ടറായിട്ട് ദിലീപ് വർഷങ്ങളോളം പിടിച്ചു നിൽക്കും. കാരണം അദ്ദേഹത്തിന്റെ ഫിസിക്കൽ ലുക്കും അതുപോലെ എളുപ്പ ഏജ് ഒന്നും വരില്ല. അനുഗ്രഹീതനാണ് ദിലീപ്. അതെല്ലാം നമ്മുടെ അനിയന്മാരും മിടുക്കന്മാരല്ലേ. ചിലപ്പോൾ ഞാൻ അടുത്തിരുന്ന് നടിയുടെ കൈ നോക്കുകയാണെന്ന് വെച്ചാട്ടെ, കൈ നോക്കിക്കൊണ്ടിരിക്കുന്നത് കാണുന്ന ഒരു വെളിയിലുള്ള ഒരാൾ എന്താ വിചാരിക്കുന്നത്? ക്യാപ്റ്റൻ രാജു ഇതാണ്ട് ഒരു കൊച്ചു പെണ്ണിന്റെ കൈ നോക്കിയിരിക്കുന്നു.